മോർണിംഗ് സർ. മോർണിംഗ്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇത് അറിയാം സർ. ഇത് മിസ്റ്റർ സേതു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഇപ്രാവശ്യം ഏതായാലും സുപ്രീം കോടതിന്റെ ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കണ്ട. അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കാൻ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു. എന്താ സേതു? മറ്റൊന്നുമല്ല സർ, ആൾറെഡി പോലീസിലെ പല നല്ല മിത്രങ്ങളും ശത്രുക്കളായി കഴിഞ്ഞു. ഇനി ഇതും കൂടി ആവുമ്പോ അതൊന്നും കാര്യമാക്കണ്ട സേതു. ഏത് പ്രൊഫഷനിലും ജലസീൻ ശത്രുക്കളും ഇല്ലാതിരിക്കുമോ? എന്താ ഞങ്ങൾക്ക് ശത്രുക്കളില്ലേ? ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് DOSP ദേവദാസ് ആണ്. അതിന്റെ കേസ് ഡയറി സേതുവിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവദാസിനെ അറിയുമോ? നൗ മൈ ഹെഡേക്ക് ഈസ് ഓവർ. വരട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇയാള് പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? അതെ, ചാക്കോ ഇപ്പൊ ഇവിടെ ഡെപ്യൂട്ടേഷനിലാണ്. ഇയാളല്ലേ ആ ഓമനക്കൊലക്കേസ്? സെയിം പേഴ്സൺ. മിസ്റ്റർ സേതു, വി എക്സ്പെക്ട് അനദർ മിറക്കിൾ ഫ്രം യു. വരട്ടെ. ശരി. എന്തിനാ സാർ ഈ പൊല്ലാപ്പൊക്കെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഗവൺമെന്റ് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് പറയാൻ ഒക്കുമോ? പിന്നെ ഇതൊക്കെ ഒരു ചലഞ്ചല്ലേ സേതു? അളിയന്റെ കല്യാണത്തിന് പോകാനൊക്കത്തതിൽ വിഷമുണ്ടോ? ഛേ, നെവർ. അതൊന്നുമില്ല സേതു. ഒരാഴ്ച കൂടി ഉള്ളൂ എന്റെ ഇവിടുത്തെ ഔദ്യോഗിക ജീവിതം. CBIയോട് ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ഈ കേസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു അന്തസ്സായിരിക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. പക്ഷേ ആദ്യം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ തക്ക ഗൗരവം ഈ കേസിലുണ്ടോ എന്നറിയണം സർ. സർ, ആരെങ്കിലും ഒരാളെ മദ്രാസിൽ അയച്ച് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കണം. അശ്വതി മദ്രാസിലായിരുന്നല്ലോ സ്ഥിരതാമസം. കൂടാതെ അവരുടെ മദ്രാസിലെ വീടും ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. വേണോ? വേണമെങ്കിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പോരെ? റിപ്പോർട്ട് കിട്ടിക്കോട്ടെ സർ. സൈമിൾട്ടേനിയസ് ആയിട്ട് മദ്രാസിൽ വന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. എന്നാൽ വിക്രത്തെ അയക്കാം. വിക്രത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മദ്രാസ് ഓഫീസിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. കൂടാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോയ ഹാരി ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ സർ. ഞാൻ ഓഫീസിലേക്ക് അല്ലേ. ഓക്കെ. പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മുയല് എത്തന്ന് വെച്ച് എന്നും ചക്ക വീണാ മുയല് ചാവുമോ സ്വാമി? ചാകാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവും സാർ. മിസ്റ്റർ അയ്യർ, വി ആർ ഓൾ പബ്ലിക് സർവൻസ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വാസ്തവത്തിൽ ഓമന കൊലക്കേസിൽ CBI ഒബ്സർവ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യവും മറ്റു തെളിവുകളും ഒക്കെ എന്റെ ഒബ്സർവേഷനിലും തെളിഞ്ഞത് തന്നെയാണ്. ജോണിക്കുട്ടിയാ പ്രതിയെന്നും എനിക്കറിയാമായിരുന്നു. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? യു ആർ ആൻ ഇന്റലിജന്റ് ഓഫീസർ. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ ഒക്കുവോ? സാർ, അതുപോലെ ഈ കേസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകളോ ക്ലൂസോ സാറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എന്റെ അന്വേഷണത്തിന് റിപ്പോർട്ടുകളെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവള് തൂങ്ങിച്ചത്തത് തന്നെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി? ഇനി സ്വകാര്യ ലാഭത്തിൽ താല്പര്യമുണ്ടെങ്കിൽ 1-2 വൻപുള്ളികളെ വേണമെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെടുത്താം, മുതലെടുക്കാം. സ്വാമിക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ. കൊടുത്താൽ പിടിക്കുന്നവരല്ലേ നിങ്ങൾ? പിന്നെ ഇതിലൊന്നും രേഖപ്പെടുത്താത്തൊരു ക്ലൂ ഉണ്ട്. സ്വാമി ആയതുകൊണ്ട് ഞാനത് പറയാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ? എന്താണ്? ഭൂരിപക്ഷം ജനങ്ങൾക്കും CBIയുടെ ഫുൾ ഫോം പോലും എന്താണെന്ന് അറിയില്ല. എന്നാലും അവർക്ക് CBI എന്ന 3 അക്ഷരം മന്ത്രം പോലെയാണ്. എത്രയായാലും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയല്ലേ? CBI അങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത് ഇവിടുത്തെ പോലീസ് മേധാവികൾക്ക് സഹിക്കുമോ? CBIയുടെ ഇപ്പോഴുള്ള ഇമേജ് താർക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അന്വേഷണം CBI തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ CBIയോടുള്ള വാത്സല്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. ഇനി CBI എന്നല്ല ആരന്വേഷിച്ചാലും അശ്വതിയുടെ മരണം ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ജനം സമ്മതിക്കത്തില്ല. അതോടെ ഇപ്പൊ CBIക്ക് സിന്ദാബാദ് വിളിക്കുന്ന ജനം
നിങ്ങളെയും ഞങ്ങൾ ലിസ്റ്റിൽ തന്നെ പെടുത്തും. എന്ന് വെച്ചാൽ ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ സാർ, ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? CBI അല്ലേ ഞങ്ങള്. പല രഹസ്യങ്ങളും കേൾക്കേണ്ടവർ കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചെവിയിലെത്തും. എനിവേ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ് മിസ്റ്റർ ദേവദാസ്. താങ്ക് യു വെരി മച്ച്. സീ യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ് എപ്പോ എത്തി? സാർ. ഇന്ന് ഒരു രക്ഷയില്ല, പോയിട്ട് നാളെ വാ. ആ, മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, മദ്രാസിൽ പോയിട്ട് ഇത്ര വേഗം എത്തിയോ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. അത് അശ്വതിയുടെ വീട്ടിൽ നിന്നും കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് റെക്കോർഡ്സും ഉണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സാർ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഉള്ളവർക്കും. ഷാൽ ഐ ഓപ്പൺ ഇറ്റ് ഫോർ യു? ഇപ്പൊ വേണ്ട, യു കീപ് ഇറ്റ് ഇൻ ദ സ്റ്റോർ. ശരി സാർ. വരൂ. വിക്രം, സാർ. both of you please come. ചാക്കോ. സാർ. ആ വിക്രം, നമുക്ക് അർജന്റായിട്ട് ആ ഹോട്ടൽ വരെ ഒന്ന് പോകണം. സാർ. ചാക്കോ സർ, എനിക്ക് ഇതേ മെറ്റീരിയലിലുള്ള ഒരു സാരി വേണം, സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ? ശരി സർ. ദെൻ കം ഓൺ, ക്വിക്ക്. സർ, ആ, കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. ആ സാരമില്ല, ഇതെന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിക്രം, bring that photograph. Bring that suit. ഇവിടെ. വിക്രം, സാർ. remove the bed. ആ, ഗുഡ്. ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിൽ ഒന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കയറിക്കോ. ആ ആ, ട്രൈ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ.
സാധിക്കുന്നില്ല സർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. Come down. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 6 അടി 1 ഇഞ്ച്. അപ്പോ അശ്വതിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി ഒരുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആം ഐ കറക്റ്റ്? സർ. ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? 5 അടി 4 ഇഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി? ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദി അതർ സാരി. ഈ സാരി ആ കൊളുത്തിടണം. സാർ ഹൈറ്റ് ആ ടീപ്പ് എടുക്കും. ആ ഹൂക്ക് കെട്ടുക. നല്ലവണ്ണം മുറുക്കണം. ആ മുറുകിയോ? ആ. ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്ത്. യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപ്പോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സാർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. പുട്ട് ദി അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്. ആ സി, ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ, വെയിറ്റ്. ഈ സാരി നോക്കിയേ. ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സാർ? എങ്ങനെ വന്നു സാർ? ഐ വിൽ ഷോ യു. ഗെറ്റ് ഡൗൺ. കഴുത്തി കെട്ടോ? ശരി സാർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. റെഡി? യെസ്. ആ. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ. ആ. കണ്ടോ? ഐ എം സോറി. It's all right, sir. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്ക് വന്നു? സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആകാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരിയിട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ, പൊക്ക വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവൂ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് DMOയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം 4 ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ടൊലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീല നിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചുപൂട്ടിക്കിടന്ന മുറിയിൽ അകത്ത് ആളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല.
സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ട് യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏത് എക്സ്പെർട്ടിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞ മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതുവരെ 500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്. ഒരു മരണം നടന്നു, അതിന്റെ ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മുയൽ ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ അബദ്ധമായിരിക്കും. എങ്കിലും ഒരു സംശയം. ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോഴുണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു. വിക്രം സർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. കമാ. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം. യെസ് സർ. പോട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ ആരാണ് ആ കൃത്യം ചെയ്തത്? എന്തിനു വേണ്ടി? എപ്പോൾ? എങ്ങനെ? ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് അഴുക്കും പുരണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ? ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയണ്ട. സർ, ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. യു ആർ കറക്റ്റ്. CBIയുടെ അയാൾക്ക് പകയുണ്ട്, ദേഷ്യമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും മറ്റെന്തോ ദുസൂചനയുണ്ട്. സർ, വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ. ചേച്ചേ, ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ്. നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം. ഏതായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി, ആര്, എപ്പോൾ, എങ്ങനെ? ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. CI അലക്സ് സാർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? കണ്ടില്ല. സാറിനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. Why should you go and meet him? There is nothing wrong in it. എന്താ ചാക്കോയ്ക്ക് ചാക്കോയെ വിശ്വാസമില്ലേ? Now it is just a matter of time. സ്വാമി വലവരിച്ചു കഴിഞ്ഞു. തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസമുണ്ടാവില്ല. അവൻ കുടുങ്ങിയാൽ താൻ ബാബുവിനെ പിന്നെ കണ്ടോ? ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളയച്ചിരുന്നു. അയാൾ അവിടെ ഇല്ല. വീട് കാലി ചെയ്തു. ഇപ്പൊ എവിടെയെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തു തന്നെ വന്നാലും താൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വാമി നമ്മളെ കടത്തിവെട്ടി. അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മർഡർ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യണം സാർ? ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി പേഴ്സണൽ ആയിട്ടൊന്ന് കാണാം. നന്നായിരിക്കും. പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി. 13 വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന്. അതെന്താ? ജീവപര്യന്ത ശിക്ഷയുടെ കാലാവധി 13 വർഷം ആയതുകൊണ്ട്. വിവരമില്ലല്ലോടോ തനിക്ക്. എല്ലാരും ദേവദാസാണെന്ന് കരുതിയോ? തന്റെ ഈ സിനിമാ ക്യാമറൊന്നും സ്വാമിയുടെ അടുത്ത് ചിലവാകത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? ആര് പറഞ്ഞോളൂ തന്നോട് അവളെ കൊല്ലാൻ? ആ ബാബുവിനെ അവരുടെ കയ്യിൽ കിട്ടരുത്. ഇല്ല, ഒരിക്കലുമില്ല. എങ്കിൽ നല്ലത്. ഞാൻ വരട്ടെ.